എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് ഇസ്രായേലിൻ്റെ പ്രവാസ മടക്കയാത്ര എപ്രകാരമായിരുന്നു എന്ന് നോക്കാം. മിസ്രൈമി അടിമനുഖത്തിന് കീഴിൽ നിന്നും വർദ്ധിച്ചു പെരുകിയ ഇസ്രായേൽ ജനത്തെ അത്ര വേഗത്തിൽ വിടുവിച്ചു കൊണ്ടുവരുവാൻ സാധ്യമല്ല. ദൈവിക പ്രമാണം സൂക്ഷിക്കുന്ന ലേവി കുടുംബത്തിലെ അബ്രാം യോഗ്യബേദ ദമ്പതികൾക്ക് ജനിച്ച് ദിവ്യ സൗന്ദര്യമുള്ളവനായി കാണപ്പെട്ട മോശക്കുഞ്ഞിനെ രാജകൊട്ടാരത്തിൽ വളരുവാൻ സാഹചര്യമൊരുക്കി. സ്വന്തം മാതാവ് മുലയൂട്ടുന്ന അവസ്ഥ ഒരുക്കി ദിവ്യ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കും അളവിൽ ഒരുക്കിയെടുത്തു. പിന്നീത്തതിൽ യഹോവയാം ദൈവവുമായുള്ള അസാധാരണമായ ബന്ധത്തിലേക്കും വ്യക്തവും കൃത്യവുമായ നിർദ്ദേശം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിലേക്കും മോശയ്ക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു. ഹൃദയം കഠിനപ്പെട്ട് ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാതിരുന്ന ഫറവോൻ്റെ കൺമുന്നിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യിക്കുവാൻ മോശയിൽ കൂടി ദൈവത്തിന് കഴിഞ്ഞു. ദൈവം പറഞ്ഞതല്ലാതെ ഒറ്റ വാക്കും മോശ പറഞ്ഞില്ല, പ്രവർത്തിച്ചില്ല. ഓരോ ബാധയും നടക്കുമ്പോൾ ഫറവോന് അല്പം മാറ്റം വന്ന പോലെ തോന്നും. ബാധ നീങ്ങുവാൻ പ്രാർത്ഥിപ്പാൻ മോശയോട് ആവശ്യപ്പെടും. നീങ്ങിക്കഴിയുമ്പോൾ ഹൃദയം കഠിനപ്പെടും. 9 അതിശയങ്ങളും അങ്ങനെ തന്നെ തുടർന്നു. 10ാമത്തെ ബാധയായ ആദ്യജാത സംഹാരത്തിനു മുൻപേ ദൈവം മോശയ്ക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരം തന്നെ ഇസ്രായേൽ മക്കൾ പ്രവർത്തിച്ചു. ആബീബ് മാസം 10ാം തീയതി ഓരോ കുടുംബവും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആൺകുട്ടിയെ വേർതിരിക്കണം. 4 ദിവസം അതിനെ സൂക്ഷിക്കണം. 14ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറയ്ക്കണം. അതിൻ്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടേണം. അതിൻ്റെ മാംസം തീയിലിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പ് ചീരയോടുകൂടി ഭക്ഷിക്കണം. അരകെട്ടിയും ചെരുപ്പിട്ടും വടിപിടിച്ചും തിടുക്കത്തോടെ ഭക്ഷിക്കണം. പിറ്റേനാളത്തേക്ക് ശേഷിപ്പിക്കരുത്. അത് യഹോവയുടെ പെസഹയാകുന്നു. അന്ന് രാത്രി സംഹാരകൻ കടന്നുപോകും. ആദ്യജാത സംഹാരം നടക്കും. രക്തം അടയാളമായി കാണുന്ന ഭവനങ്ങളിൽ സംഹാരകൻ പ്രവേശിക്കയില്ല. തുടർന്ന് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണമെന്നും കൽപ്പിച്ചു. അർദ്ധരാത്രിയിൽ മിസ്രൈമ്യ ഭവനങ്ങളിലൊക്കെയും ഫറവോൻ്റെ കൊട്ടാരത്തിലും ആദ്യജാത സംഹാരം നടന്നു. ഫറവോൻ ജനത്തെ വിട്ടയച്ചു. കുട്ടികളൊഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ റമസോസിൽ നിന്ന് സൂക്കത്തിലേക്ക് പുറപ്പെട്ടു. 430 വർഷം ഇസ്രായേൽ ജനം ഇസ്രായേലിലായിരുന്നു. ആണ്ടുതോറും പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും ആചരിക്കണമെന്നും ദൈവം മോശയോട് നിർദ്ദേശിച്ചു. പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഇസ്രായേലിൻ്റെ ജനത്തിന് വിടുതൽ ലഭിച്ചു. ഫറവോൻ്റെ അധീനതയിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് ചെങ്കടൽ വഴി നടത്തുവാനാണ് മോശയ്ക്ക് കൽപ്പന ലഭിച്ചത്. ഒരു വലിയ അത്ഭുതം കൂടി വെളിപ്പെടുത്തുവാൻ മാത്രമല്ല, ഫറവോനെയും സൈന്യത്തെയും ന്യായം വിധിക്കുവാൻ കൂടിയാണ് ആ വഴി നയിച്ചത്. ഇസ്രായേൽ ജനത്തിന് ചെങ്കടലിൽ ഉണങ്ങിയ പാത ഒരുക്കി. മിസ്രൈം സൈന്യം ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഈ അത്ഭുതങ്ങളൊക്കെ കണ്ട ജനം ശൂർ മരുഭൂമിയിൽ പിറുപിറുത്തു. പ്രശ്നപരിഹാരം നൽകിയ ശേഷം അവർക്ക് ഒരു വാഗ്ദത്തം നൽകി. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിലൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു. പുറപ്പാട് 15-ാം അധ്യായം 26-ാം വചനം. ആരോഗ്യത്തിന് ആവശ്യമായ വാഗ്ദത്തമാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയത്. ഒന്നാമതായി, ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. രണ്ടാമത്, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. മൂന്നാമത്, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. നാലാമത്തേത്, ദൈവത്തിൻ്റെ സകല വിധികളും പ്രമാണിക്കണം. ആരോഗ്യത്തിൻ്റെയും രോഗശാന്തിയുടെയും വാഗ്ദത്തമാണ് ദൈവം നൽകിയത്. മുമ്പോട്ടുള്ള യാത്രയിൽ രഫീദീമിൽ വച്ചും ജനം പിറുപിറുത്തു. പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു. ദിനവും സ്വർഗത്തിൽ നിന്നും മഞ്ഞ പൊഴിച്ചു കൊടുത്തു. കാടപക്ഷികളെ നൽകി. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും നൽകി. ആഹാരവും ഇറച്ചിയും വെള്ളവും നൽകി നടത്തിയിട്ടും ജനം മോശയ്ക്ക് എതിരെ പിറുപിറുത്തു. ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം അതേ ദിവസം അവർ സീനായ് മരുഭൂമിയിൽ എത്തി. മോശ പർവ്വതമുകളിൽ ദൈവസന്നിധിയിൽ കയറി ചെന്നു. ദൈവം മോശയോട് സംസാരിച്ചു. ഇസ്രായേൽ ജനത്തോട് അറിയിക്കേണ്ട കാര്യങ്ങൾ മോശയോട് പറഞ്ഞു. ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വിധം അവർ അറിയുന്നുണ്ടല്ലോ എന്നും മിസ്രൈമ്യർക്ക് വന്ന് ഭവിച്ചതെന്ന് ഗ്രഹിച്ചല്ലോ എന്നും ദൈവം ഓർമ്മിപ്പിച്ചിട്ട് അവർ അനുസരിക്കേണ്ട നിയമങ്ങൾ നൽകി. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് നിയമം പ്രമാണിച്ചാൽ സകല ജാതികളിലും വച്ച് പ്രത്യേക സമ്പത്തായിരിക്കുമെന്നും അവർ ദൈവത്തിന് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകുമെന്ന് കൽപ്പിച്ചു.
തുടർന്ന് 3-ാം ദിവസം സകല ജനവും കാണുകെ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങുമെന്നും ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നാൽ പർവ്വതം തൊടാതെ സൂക്ഷിക്കണമെന്നും കൽപ്പിച്ചു. 3-ാം ദിവസം രാവിലെ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി, പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി വന്നപ്പോൾ മോശ സംസാരിച്ചു. അഹരോനുമായി കയറി ചെല്ലുവാൻ ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് അങ്ങനെ ചെയ്തു. ഭയപ്പെട്ട ജനം ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്നും മോശ ദൈവശബ്ദം ഞങ്ങളോട് അറിയിച്ചാൽ മതിയെന്നും പറഞ്ഞു. ദൈവം 10 കൽപ്പനകൾ നൽകി. അവർ നടക്കേണ്ടുന്ന വഴികളെയും ചട്ടങ്ങളെയും ഒക്കെ പ്രസ്താവിച്ചു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അരുളിച്ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്കാണ് ഇസ്രായേൽ ജനത്തെ മോശയിൽ കൂടി നടത്തിക്കൊണ്ടുവന്നത്. അന്യദേവന്മാരെ സേവിച്ച് ദേശം മലിനപ്പെടുത്തുവാനല്ല, അവയെ നീക്കി ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ കൊണ്ട് നിറയ്ക്കുവാനാണ് ദൈവം താൽപ്പര്യപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്വം അത് നേടിയെടുക്കുക എന്നതാണ്. അവരെ നയിക്കുവാൻ ദൈവഹിതം ചെയ്യുവാൻ പൂർണ്ണമായി സമർപ്പിച്ച മോശയെയും നൽകിയിട്ടുണ്ട്. അവർ ജീവിക്കേണ്ട വിധമൊക്കെയും അക്കമിട്ട് നിരത്തി മോശയിൽ കൂടി അവർക്ക് നൽകിയിട്ടുമുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും വല്ലാതെ തെറ്റിപ്പോയ തകർന്ന അവസ്ഥയും അവർക്കുണ്ടായി. മോശ പർവ്വതമുകളിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ ഇരിക്കുകയും ദൈവം തൻ്റെ സ്വന്തം വിരലുകളാൽ കൽപ്പലകയിൽ 10 കൽപ്പനകൾ എഴുതി കൊടുക്കുകയും ചെയ്ത കൽപ്പലകയുമായി താഴെ എത്തും മുൻപേ ജനം തങ്ങളുടെ കാതിലെ പൊൻകുണുക്കുകൊണ്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. യാഗപീഠവും പണിത് അതിനെ ആരാധിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മോശ അതിന് ശിക്ഷ വിധിച്ചു. മോശ കൽപ്പലകകൾ പൊട്ടിച്ചു കളഞ്ഞു, കാളക്കുട്ടിയെ ചുട്ടുപൊടിയാക്കി അവരെ കുടിപ്പിച്ചു. ശിക്ഷ നടപ്പാക്കിയ ശേഷം ദൈവസന്നിധിയിൽ ചെന്ന് ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നു. ഈ ദുശാഠ്യമുള്ള ജനത്തിൻ്റെ നടുവിൽ യഹോവ നടക്കയില്ല എന്നും ഒരു ദൂതനെ മുമ്പായി അയക്കുമെന്നും മോശയോട് ദൈവം കൽപ്പിച്ചു. മോശ ഈ ജനത്തെ നയിച്ചുകൊണ്ടു പോകുവാൻ കൽപ്പന കൊടുത്തു. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്തു ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളയുക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. 10 കൽപ്പനകളൊക്കെ ലഭിച്ച് ജനത്തിൻ്റെ ദൈവഭയം വർദ്ധിച്ചിരുന്നു. അവരുടെ മധ്യേ വസിക്കുവാൻ ദൈവം താൽപ്പര്യപ്പെട്ട് സമാഗമന കൂടാരമുണ്ടാക്കുവാൻ നിർദ്ദേശിച്ചതാണ്. അതിൻ്റെ സ്വർഗത്തിലെ മാതൃക മോശയ്ക്ക് കാണിച്ചു കൊടുത്ത് നിയോഗം നൽകിയതാണ്. വീണ്ടും ദൈവത്തിൻ്റെ നിയോഗപ്രകാരം മോശ കൽപ്പലകകൾ ചെത്തിയെടുത്ത് പർവ്വതമുകളിൽ കയറി 40 പകലും 40 രാവും യഹോവയോട് കൂടെയായിരുന്നു. ദൈവം 10 കൽപ്പനകൾ പലകയിൽ എഴുതി കൊടുത്തു. പുറപ്പാട് 34-ാം അധ്യായം 28-ാം വചനം.